ഒരു സ്റ്റേറ്റിന് പണം ഉണ്ടാക്കേണ്ട യഥാർത്ഥ മേഖലകളിലൊന്നും നമ്മൾ ഫോക്കസ് ചെയ്തില്ല. നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂലെന്ന്. ഞാൻ പിന്നെ നിന്നെ വിഷമിപ്പിക്കണ്ടെന്നത് പറയായിരുന്നേണ്. ഒരു സ്റ്റേറ്റിന്റെ ജോലി മദ്യമിപ്പനെയാണോ ലോകത്ത് എവിടെയെങ്കിലും? എന്തൊരു വിഡിതമാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? സത്യസന്ധത കൊടുത്താൽ നാട്ടിൽ കിട്ടുന്ന 3 കാര്യങ്ങളേ ഉള്ളൂ: പുച്ഛം, പരിതാപം, അടി. ഇത്തിരി കഴിയുമ്പോൾ ഇനി ഡാൻസ് ബാറുകളോട് ആരംഭിക്കട്ടെ, സർക്കാരിന്റെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഡാൻസ് ബാർ. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. നമ്മൾ തിരിച്ചു നോക്കൂ, തമിഴ്നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സാധാരണക്കാർക്ക് പലതും സൗജന്യമാണ്. പെൺകുട്ടികൾക്ക് ബസ് യാത്ര പൂർണ്ണമായിട്ട് സൗജന്യം. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും വേറെ? അവർക്ക് എങ്ങനെ ഇത് സാധ്യമാകുന്നത്? നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. കുട്ടികൾക്ക് ലാപ്ടോപ്പ് എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകുന്നവർക്ക് ഫ്രീ. ഇതൊക്കെ എന്തുകൊണ്ട് നമുക്ക് അന്തം വിട്ട് കാണാൻ മാത്രം പറ്റുന്ന കാര്യം? നമ്മുടെ സർക്കാരിന്റെ പൈസ ഇല്ല. പിന്നെ നാണക്കെടുത്തി തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ നമുക്കറിയാം എത്രയാണ് കോടീശ്വരന്മാർ അവിടെ. ഇവിടെ ഒരു മേസ്ത്രി പണിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിക്ക് ഇന്ന് ബംഗാളികൾ വരുന്ന പോലെ വന്നുകൊണ്ടിരുന്ന തമിഴ്നാട്ടുകാരാ. ഇന്നൊരൊറ്റ തമിഴൻ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നില്ല. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയില്ല. എത്രയോ മലയാളികൾ ഇന്ന് തമിഴ്നാട്ടിൽ പോയി പണിയെടുക്കുന്നുണ്ട്. നാണക്കേടായത്. ഇതിനൊക്കെ ഇനി അടുത്തതായിട്ട് വ്യഭിചാരശാലകൾ കൂടി നമ്മൾ ഉറങ്ങേണ്ടി വരും ചിലപ്പോൾ. അടുപ്പിൽ ഊതനവന്റെ ആസ്ത്രത്തിൽ തന്നെ ഊത്, ഒറ്റെണ്ണം നേരെയാവില്ല. പൈസ കിട്ടുമെങ്കിൽ അതോടെ ചെയ്യുന്നതിന്റെ പ്രശ്നം. നമ്മുടെ മനോഭാവമാണ്. നമ്മൾ സംരംഭകനെ വളരാൻ വിടില്ല, എന്നാൽ മദ്യം വിറ്റ് ജീവിക്കാം എന്ന് കണ്ടെത്തുന്ന എത്ര വിചിത്രമായ ചിന്തയാണ്. അല്പം ചട്ടം വിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിക്കട്ടെ, സർക്കാർ നടത്തി ഏത് സാധനമെങ്കിലും ഒരെണ്ണം ലാഭമാക്കി എന്റെ കഥ പറയാമോ? ബിവറേജസ് പോലും ഇപ്പൊ നഷ്ടമാണ്. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? കള്ള് വിറ്റിട്ട് നഷ്ടം വരുത്തിയ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാ? ശുദ്ധമായ മണ്ടത്തരങ്ങളാണ് നമ്മളുടെ ഈ ഗവൺമെന്റ് സെക്ടറിൽ നടക്കുന്ന ബഹുഭൂരിപക്ഷ കാര്യങ്ങളും. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. സ്റ്റേറ്റ് ഗവൺമെന്റ് ഏത് പ്രസ്ഥാനത്തിൽ ഇറങ്ങിയാലും എങ്ങനെ പരാജയമാക്കാം എന്ന് മാത്രം ഗവേഷണം നടത്തുകയാണ് നമുക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഇവിടുന്ന് എല്ലാവരും വിട്ടിട്ട് ഇട്ടിട്ട് നിങ്ങൾ ഈ പരിഹസിക്കുന്ന അമേരിക്കയിലേക്ക് ചേക്കേറുന്നതെന്ന് അറിയാവോ? അവിടെ ഗവൺമെന്റ് ഒരു അഷുറൻസ് കൊടുക്കുന്നുണ്ട്. നീ ഒരു ഉപകാരം ചെയ്യോ? ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കാം. നീ ആ ഫസ്റ്റ് ഗിയർ തന്നെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കണം. എനിക്ക് ഏക്കാൻ മേലാതായാൽ, എനിക്ക് പണിയെടുക്കാൻ പറ്റാതായാൽ എന്റെ സ്റ്റേറ്റ് എന്നെ നോക്കിക്കോളുന്നുള്ള അഭിമാനം. അത് ഈ മുദ്രാവാക്യം ആകാശത്തേക്ക് വിളിക്കുന്നവർക്കൊന്നും കേരളത്തിൽ ഓഫർ ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിൽ തന്നെ ഇരുന്നാ മതി, പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ.